18നും 24നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കായി യുക്രൈൻ ആരംഭിച്ച പുതിയ സ്വമേധയാ സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ഒരു വൺ വേ ടിക്കറ്റ് ആണെന്ന ആക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖോറവ. ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് അനുഭവിക്കുന്ന രാജ്യം ഇപ്പോൾ സൈന്യത്തിലെ ക്ഷാമം പരിഹരിക്കുന്നതിനായി യുവാക്കളെ ഒരു വർഷത്തെ സൈനിക കരാറിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം യുക്രൈൻ മൊബിലൈസേഷൻ നിയന്ത്രണങ്ങൾ ഗണ്യമായി കർശനമാക്കുകയും നിർബന്ധിത സൈനിക നിയമപ്രായം 27-ൽ നിന്നും 25-ആയി കുറയ്ക്കുകയും ചെയ്തെങ്കിലും യുദ്ധക്കളത്തിലെ നഷ്ടം നികത്തുന്നതിനോ സൈന്യത്തിൽ കൂടുതൽ ആളെ ചേർക്കുന്നതിനോ രാജ്യത്തിന് സാധിച്ചിരുന്നില്ല. 18നും 24നും ഇടയിൽ പ്രായമുള്ള സൈനികർക്ക് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക കരാറുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തെ സേവനത്തിന് $24,000 തുല്യമായ പേയ്മെന്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ $5,400 മുൻകൂർ നൽകുകയും ബാക്കി സേവന കാലയളവിൽ നൽകുകയും ചെയ്യും. യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് കുറഞ്ഞത് $2,800 പ്രതിമാസം നൽകുമെന്നും പലിശരഹിത മോർട്ടേഗേജുകൾ, സംസ്ഥാന ധനസഹായത്തോടെയുള്ള വിദ്യാഭ്യാസം എന്നിവയും യുവാക്കൾക്ക് നൽകും.